ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ബിഗോണിയ പൂക്കൾ കണ്ട, പൂക്കൾ ഇഷ്ടപ്പെടുന്ന, ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ബിഗോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഒരുപാട് വെറൈറ്റിയിലാണ് ഈ ബിഗോണിയാസ് ഉള്ളത്. എൻ്റെ കയ്യിൽ തന്നെ ബിഗോണിയ, ഏഞ്ചൽ ബിഗോണിയ, റെക്സ് ബിഗോണിയ, വാക്സ് ബിഗോണിയ, കെയിൻ ബിഗോണിയ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ബിഗോണിയാസ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. ഇത് ട്യൂബറസ് ബിഗോണിയ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് കളറിലും വെറൈറ്റിയിലും ഈ ഒരു ബിഗോണിയ വരുന്നുണ്ട്. അപ്പോൾ ഈ കാനഡയിൽ ഇപ്പോൾ സമ്മർ സീസണാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പൂക്കൾ ഇവിടെ കാണാൻ പറ്റുന്നത്. സമ്മറായതുകൊണ്ട് ഇതുപോലെ നല്ല നല്ല പൂക്കൾ ഇവിടെ എല്ലാ സ്ഥലത്തും പൂത്ത് നിൽക്കുന്നുണ്ട്. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമ്മൾ ഈ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളി പോവും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്കിത് വീഡിയോ പിടിച്ച് നിങ്ങൾക്ക് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബിഗോണിയയുടെ വീഡിയോസ് ചെയ്യുന്നത് തന്നെ. ഇത് ബിഗോണിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബിഗോണിയ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ്. അത് നമുക്ക് ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ബിഗോണിയരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഈ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത്തിരി അധികം വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോവും. അതേപോലെ തന്നെ കുറച്ച് സൂര്യപ്രകാശം കൂടിക്കഴിഞ്ഞാലും ഇത് വെയിലത്ത് വാടി ആകെ നശിച്ചു പോവുക. അതുകൊണ്ട് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സെമി ഷെയ്ഡാണ്. ഇതിവിടെ വെച്ച് കൊടുത്തിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഒരു സെമി ഷെയ്ഡായ മരങ്ങളെയൊക്കെ തണലുള്ള ഭാഗം നോക്കിയിട്ടാണ് ഈ ഒരു ബിഗോണിയാസ് ഇവിടെ ഒരു ഏരിയ മൊത്തം നട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ പൂക്കളുടെ വലിപ്പമുണ്ടല്ലോ, നമ്മുടെ റോസാപ്പൂവിൻ്റെ അത്രയ്ക്കും വലിയ പൂക്കളാണ് ബിഗോണിയയുടെ പൂക്കളാണ്. ചെടികൾ ഭയങ്കര മിനിയേച്ചർ ടൈപ്പ് ചെടികളും പൂക്കൾ ഒരു വലിയൊരു റോസാപ്പൂവിൻ്റെ വലിപ്പമുള്ള പൂക്കളും, അതും ഒരുപാട് കളറിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓറഞ്ച്, ഡബിൾ ഷെയ്ഡ്, റെഡ് തന്നെ 3-4 കളറിലുള്ള റെഡ് കാണാൻ പറ്റി. പിന്നെ മഞ്ഞ, നല്ല മഞ്ഞ, നമ്മൾ ദൂരം നോക്കുമ്പോൾ ഒരു റോസാപ്പൂ നിൽക്കണ പോലെയാണ് തോന്നുള്ളൂ. ആ ഒരു മഞ്ഞപ്പൂവൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ. ബിഗോണിയ എന്നെ കുറിച്ച് ഇവർ ഇവിടെ നട്ടിട്ടുള്ളത് എങ്ങനെയെന്നൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഇവർ ഇവിടെ മൾച്ചിങ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കടഭാഗത്ത് കണ്ടാലറിയാൻ പറ്റും. ഈ ചെടികളുടെ ഇടയിലൊക്കെ ഇവർ പൊതിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ വെയിലധികമുള്ള ഭാഗത്ത് നമ്മൾ കടഭാഗത്ത് എന്തെങ്കിലും പുല്ലൊക്കെ പറിച്ച് കടവശം നന്നായി പൊതിയിട്ട് വെക്കും, അതിൻ്റെ കടഭാഗത്തേക്ക് ചൂട് തട്ടാണ്ടിരിക്കാൻ. അതേപോലെയുള്ളൊരു സിസ്റ്റം ഇവരിവിടെ എല്ലാ ചെടികൾക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെടികൾക്കൊക്കെ ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. രാസവളങ്ങൾ തീരെ ഇവർ ചെടികൾക്ക് ഉപയോഗിക്കുന്നില്ല. അതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ ചെടികളെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒരു പഴുത്തല പോലും ഈ ചെടിമ കാണാനില്ല. നല്ല പച്ചപ്പോട് കൂടിയിട്ടാണ് ഈ ചെടികൾ നിൽക്കുന്നതും. അതിലെ പൂക്കളുടെ വലിപ്പം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കമ്പോസ്റ്റ് പോലത്തെ വളങ്ങളും പിന്നെ ഉണക്കച്ചാണകം പൊടിച്ചത്, ഇത് രണ്ടുമാണ് ഇവർ ഇട്ട് കൊടുക്കണേന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത കണ്ട, എന്താ ഭംഗി നോക്കിയത് നിൽക്കുന്നത്. നല്ല പച്ചപ്പൂണ്, നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളുമാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് കളറിലുണ്ട് ഈ ബിഗോണിയ. നമ്മുടെ നാട്ടിൽ ഈ ബിഗോണിയ അധികം കണ്ടിട്ടില്ല, ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ബിഗോണിയ. ഇത് ട്യൂബറസ് ബിഗോണിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിഗോണിയ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ തോട്ടങ്ങളിൽ പെട്ടെന്ന് ഇത് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇതിന് നല്ല റേറ്റായിരിക്കും നാട്ടിലേക്ക് എത്തുമ്പോൾ. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതിങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ ഈ ബിഗോണിയ. എന്താ ഭംഗിയെന്നാ കാണാനായിട്ട്.
ബിഗോണിയയ്ക്ക് നമ്മൾ എന്നും നനയ്ക്കേണ്ട കാര്യമില്ല. എന്നും നനച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടി പെട്ടെന്ന് ചീഞ്ഞഴുകി പോവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കടവശം നന്നായി ഡ്രൈ ആയിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിന് നനയ്ക്കാൻ പറ്റുള്ളൂ. ചെടിച്ചട്ടിയിലാണ് ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രൈനേജ് ഹോളൊക്കെ നല്ല വലിപ്പമുള്ളത് ഇട്ട് കൊടുത്ത് ഇത് പോട്ടിങ് മിക്സ് ആയാലും നല്ല ഈർപ്പം കെട്ടി നിൽക്കാത്ത പോലത്തെ മണലും അല്ലെങ്കിൽ എംസാൻഡ് അങ്ങനത്തെ തരി പോലത്തെ പോട്ടിങ് മിക്സൊക്കെ വേണം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ബിഗോണിയ നട്ട് കൊടുക്കുമ്പോൾ. അത് ഏത് ബിഗോണിയ ആയാലും പ്രത്യേകിച്ചും ഈ വാക്സ് ബിഗോണിയൊക്കെ ഇത്തിരി വെള്ളം കൂടിക്കഴിഞ്ഞാൽ നശിച്ചു പോകും. എൻ്റെ നാട്ടിൽ ഇതുപോലെ ബിഗോണിയ എത്ര ചട്ടിയിൽ നിന്നാണ് നശിച്ചു പോയിട്ടുള്ളത്. നല്ല ചട്ടി തിങ്ങി വരും. എപ്പോഴെങ്കിലും ഇത്തിരി വെള്ളം കൂടിക്കഴിഞ്ഞാൽ തണ്ട് മുറിഞ്ഞ് വീഴും. അപ്പം നമ്മൾ കടഭാഗം നോക്കുമ്പോൾ കാണാം പൂപ്പൽ പോലെ ഫംഗസ് വന്നിട്ട് ഇതിൻ്റെ കടവശത്തു നിന്ന് തന്നെ മുറിഞ്ഞ് വീഴും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മേൽഭാഗത്തു നിന്നല്ല പൂവ, ആ മണ്ണിനോട് മുട്ടി നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഇത് മുറിഞ്ഞ് വീഴലടങ്ങും. അപ്പം നമ്മൾ ചെടിച്ചട്ടി നോക്കിയാൽ കാണാം ഈർപ്പം കൂടിയിട്ടാണ് പൂപ്പൽ വന്നിട്ട് ഇത് കേടായി പോയെന്ന് മനസ്സിലാവും. അത്രയ്ക്കും സെൻസിറ്റീവായ ഒരു ചെടീന് ഈ ബിഗോണിയ. ഒരുപാട് വെറൈറ്റിയിൽ ഇത് എനിക്ക് തോന്നുന്നു 1000-ൽ കൂടുതൽ വെറൈറ്റിയിൽ ഈ ഒരു ബിഗോണിയാസ് ഇപ്പോൾ ഉണ്ട്. ഇത്രയും ഭംഗിയുള്ള പൂവ് വേറെ ഒന്നുമില്ല. അത്രയ്ക്കും ഭംഗിന് ഇതിന് നമ്മൾ കെയറിങ് കുറച്ച് കൂടുതലാണ്. നമ്മൾ എന്താ പറയുക, ബിഗോണിയ എപ്പോഴും ഭയങ്കരമായി കെയർ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതേപോലെ നല്ല ഭംഗിയിൽ ബിഗോണിയയുടെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടീന് ബിഗോണിയ. അതേപോലെ തന്നെ രാസവളങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. ഞാനൊക്കെ നാട്ടിൽ രാസവളങ്ങളിൽ അധികം ബിഗോണിയയ്ക്ക് ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജൈവവളങ്ങൾ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ഇതിന് ഫംഗൽ അറ്റാക്ക് വന്ന് നശിച്ച് പോണ ഒരു ചെടിയും കൂടിയുണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് പുതിയ ചെടി പിടിപ്പിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ കുത്തിപ്പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല മൂത്ത ഇലകൾ എടുക്കുക. അത് എടുത്തിട്ട് നമ്മൾ മണ്ണിൽ കുത്തിവെച്ച് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ആ ഇലകളൊക്കെ അടിയിൽ വേരോടി അതുമെന്ന് തൈകൾ മുളയ്ക്കും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ തണ്ട് മുറിച്ച് നട്ടിട്ടും അങ്ങനെയും വേണമെങ്കിലും ഇതിൻ്റെ പുതിയ തൈകൾ നമുക്ക് പിടിപ്പിക്കാൻ എളുപ്പമാണ്. ഒരുപാട് കെയറിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പോട്ടിങ് ചെയ്യുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം. നല്ല ഗ്രാവൽ പോലത്തെ മണ്ണൊക്കെ വേണം നമുക്ക് ഇത് നട്ട് കൊടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ താഴെ മണ്ണിൽ വലിയ ഒരു ബഞ്ച് പോലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇതൊക്കെ നട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ നട്ടിട്ടുള്ളത് ആദ്യമായിട്ട് കണ്ടതാണ് കേട്ടോ. ഇത്രയ്ക്കും ബിഗോണിയാസ് ഒന്നിച്ചിങ്ങനെ മണ്ണിൽ വളർന്ന് നിൽക്കുന്നത്. അത് ഇപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പം പിന്നെ ഈർപ്പൊന്നും അധികം മണ്ണിലില്ലാത്തതുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയിൽ കാണുന്നത്. പിന്നെ അതേ ഈ ഇത്രയും ചെടികൾ കെയർ ചെയ്യുന്ന ഒരാളാണ് ഇത്. ഈ അച്ചാച്ചനോടാണ് ഞാനെല്ലാം ചോദിച്ചറിഞ്ഞത്. ഒരു 90 വയസ്സ് കഴിഞ്ഞ ഒരു അച്ചാച്ചനാണ് ഈ ഗാർഡൻ മൊത്തം കെയർ ചെയ്യുന്നത്. ആ ബിഗോണിയയുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ഈ ഒരു അച്ചാച്ചനാണ്. അപ്പോൾ ഇത്രയും പ്രായമായ ആൾക്ക് ഇപ്പോഴും എന്താ ഇൻട്രസ്റ്റിങ് നോക്കിയ ഗാർഡൻ കെയറിങ്ങും നനയ്ക്കാനും. നടക്കാൻ വയ്യാണ്ട് ഒരു വണ്ടി ഉണ്ട്, അതിലിരുന്നിട്ടാണ് ഇങ്ങനെ ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഈ മൊത്തം ഗാർഡനിൽ ഈ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് നനയ്ക്കും. കണ്ട വണ്ടി ഉന്തി പോണ്. ഇത്രയും പ്രായമായ ഒരാളാണ് ഇതൊക്കെ ഇത്രയും ഭംഗിയിൽ കൊണ്ട് നടക്കണേന്ന് കേട്ടപ്പോൾ എനിക്ക് അതിശയമായി. എനിക്കറിയാത്ത ചെടികളുടെ പേരൊക്കെ പറഞ്ഞു തന്നു. നല്ല ഓർമ്മയൊക്കെ ഉണ്ട് ഓരോ ചെടികളുടെ പേരും. അപ്പോൾ ഇവിടെ കുറേ നമ്മളറിയാത്ത കുറേ ചെടികളുണ്ട്, അതൊക്കെ പേരൊക്കെ പറഞ്ഞു തന്നു. ഈ ബിഗോണിയരെ കടവശത്ത് കണ്ടാലറിയാം ഈർപ്പധികം നിൽക്കണില്ല ഇത് കേട്ടോ. ഇതിൻ്റെ ആ മണ്ണിൻ്റെ കൂട്ട് അങ്ങനെയാണ് ഈർപ്പം നിൽക്കാത്ത പോലെ ആ മണ്ണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കടവശമൊക്കെ കണ്ട നല്ല ഡ്രൈ ആയി കിടക്കണ്. അപ്പോൾ ഈർപ്പം കൂടിയാലാണ് ഇത് നശിച്ചു പോവുള്ളൂ. അപ്പം നന വളരെ കുറവാണ് ഈ ഒരു ബിഗോണിയയ്ക്ക് ഇവിടെ കൊടുക്കണത്.
അത് ഞാനിങ്ങനെ അതിൻ്റെ മണ്ണെടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ്. പിന്നെ മരങ്ങളെ ഷെയ്ഡുള്ളതുകൊണ്ട് അധികം സൂര്യപ്രകാശം തട്ടുന്നില്ല. അപ്പം പിന്നെ വെയിലധികം അടിക്കാത്തതുകൊണ്ട് പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കണമുണ്ട്. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായി സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ളൊരു സന്തോഷവും ഉത്സാഹമൊക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.